ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു. പെട്ടെന്ന് അയാൾ ഉച്ചത്തിൽ ഒന്ന് തുമ്മി. ആ നിമിഷം തന്നെ അടുത്തു വെച്ചിരുന്ന ശവപ്പെട്ടി കുലുങ്ങാൻ തുടങ്ങി. അടപ്പ് മെല്ലെ തുറന്നു. അതിനുള്ളിൽ നിന്ന് ഒരു മരിച്ച പെൺകുട്ടി എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ ശൂന്യമായിരുന്നു. അവളുടെ ചുവടുകൾ പതുക്കിയായിരുന്നു. അവൾ നേരെ ആ മനുഷ്യന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അയാളുടെ ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി. എന്നാൽ പരിഭ്രാന്തിക്കിടയിലും അയാൾക്ക് പഴയൊരു കാര്യം ഓർമ്മ വന്നു. അയാൾ പോക്കറ്റിൽ നിന്ന് പെട്ടെന്നൊരു കഷണം ചോക്കെടുത്ത് നിലത്ത് തനിക്കായി വേഗത്തിൽ ഒരു വട്ടം വരച്ചു. അത്ഭുതകരമായി അത് ഫലിച്ചു. ആ പെൺകുട്ടി വട്ടത്തിന്റെ അരികിലെത്തിയ ഉടൻ ഒരു അദൃശ്യമായ മതിൽ അവളെ തടഞ്ഞതുപോലെയായിരുന്നു. ആ മനുഷ്യൻ ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. പക്ഷെ ആ പെൺകുട്ടി അത്ര പെട്ടെന്ന് കീഴടങ്ങാൻ തയ്യാറായില്ല. അവൾ വീണ്ടും വീണ്ടും വട്ടത്തിനു ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ അയാളിൽ തന്നെ ഉറപ്പിച്ചിരുന്നു, ഉള്ളിലേക്ക് തുളച്ചു കയറാൻ ശ്രമിക്കുന്നതുപോലെ. എത്രനാൾ തനിക്ക് ഈ വൃത്തത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കാൻ കഴിയുമെന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു പൂവൻ കോഴിയുടെ കൂവൽ മുഴങ്ങി. ആ ശബ്ദം കേട്ട ഉടൻ തന്നെ പെൺകുട്ടി വിറയ്ക്കാൻ തുടങ്ങി. ഭയം കൊണ്ട് നിറഞ്ഞ് അവൾ തന്റെ ശവപ്പെട്ടിയിലേക്ക് തിരിച്ചുപോയി. ആ മനുഷ്യൻ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. എന്നാൽ അടുത്ത ദിവസം രാവിലെ അയാൾ വീണ്ടും പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കാഴ്ച ഇതിലും ഭയാനകമായിരുന്നു. ഇത്തവണ പെൺകുട്ടി ആ ശവപ്പെട്ടി മുഴുവനായി എടുത്ത് അയാളുടെ നേർക്ക് കുതിച്ചു ചാടി. ഭാഗ്യത്തിന് അയാൾ തലേന്ന് തന്നെ വട്ടം വരച്ചിരുന്നു. ശവപ്പെട്ടിക്ക് പോലും ആ അതിർത്തി കടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പെട്ടെന്ന് ആ പെൺകുട്ടി ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തുവന്ന് അയാളുടെ മുകളിലൂടെ വായുവിൽ പൊങ്ങി നിന്നു. രക്ഷപ്പെടാൻ അയാൾ ശ്രമിച്ചു. പക്ഷേ അയാൾ നിസ്സഹായനായിരുന്നു. അപ്പോഴേക്കും അതേ പൂവൻകോഴി വീണ്ടും കൂവി ഭയം കൊണ്ട് വിറച്ച പെൺകുട്ടിക്ക് അവളുടെ ശവപ്പെട്ടിയിലേക്ക് മടങ്ങേണ്ടി വന്നു. നിങ്ങൾ ആ മനുഷ്യന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അത്തരമൊരു ധൈര്യം കാണിക്കുമോ, അതോ പേടിച്ച് ഓടിപ്പോകുമോ?